അപ്പാനി ശരത്തിനെയും അനുമോളെയും അനീഷ് തെറ്റിദ്ധരിച്ചതിൽ ഒരിക്കലും നമുക്ക് അനീഷിനെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം ഇവര് രണ്ടുപേരും അനീഷുമായിട്ട് ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കിയിട്ടുള്ള ആൾക്കാരാണ്. അനീഷ് മനഃപൂർവ്വം തന്നെ ആയിരിക്കണം ഇവരെ രണ്ടുപേരെയും ക്ഷണിച്ചത്. ജയിലിൽ വെച്ചടക്കം ഇവര് തമ്മിൽ നടന്നത് വലിയ വഴക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ അനീഷിന്റെ ഒരു ഗെയിം പ്ലാൻ കൂടിയാണ് ഇവരെ തന്നെ ചൂസ് ചെയ്തു എന്നുള്ളത്. പക്ഷെ ശരത്തും അനുമോളും വളരെ ആത്മാർത്ഥമായിട്ട് ഗെയിം കളിച്ചു എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയത്. അവര് വളരെ ജെന്യൂൻ ആയിരുന്നു. ഇയാൾ പുറത്തു പോകണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്നു, അത് സത്യമാണ്. അതായത് അനീഷ് ബിഗ് ബോസ് വീട്ടിൽ നിന്ന് പുറത്തു പോകണം, അല്ലെങ്കിൽ ഈ ഡെഡ് സോണിൽ പോകണമെന്നുള്ള ആഗ്രഹം അനുമോൾക്കുമുണ്ട്, ശരത്തിനുമുണ്ട്, അപ്പാനിക്കുമുണ്ട്. പക്ഷേ ഗെയിമിൽ അത് അവർ കാണിച്ചിട്ടില്ല. ഫസ്റ്റ് ഡേയിൽ ആ താക്കോൽ എടുത്തതിൽ വേണമെങ്കിൽ ചെറിയൊരു സംശയം പിന്നെയും ആകാം, വെറുതെ ഒന്ന് ഉഴപ്പിയതാണോ എന്ന്. പക്ഷെ ഇന്നത്തെ ടാസ്കിൽ അങ്ങനെ ഒരു ഉഴപ്പുണ്ടായില്ലെന്ന് മാത്രമല്ല, അവർ മാക്സിമം എഫേർട്ട് ഇട്ട് ഗെയിം കളിച്ചു. തന്റെ മുഖ്യ ശത്രുക്കളെ തന്നെ രക്ഷപ്പെടുത്താനായിട്ട് അനീഷ് ചൂസ് ചെയ്തതിന്റെ ഉദ്ദേശം എന്ത് തന്നെയാണെങ്കിലും അനീഷ് അവരെ സംശയിച്ചതിൽ തെറ്റു പറയാൻ പറ്റില്ല. അപ്പാനിയും അനുമോളും കൂടി അനീഷിനൊരു പണി കൊടുക്കാനുള്ള സാധ്യത എപ്പോഴും ഉണ്ട്. അവരുടെ മനസ്സിൽ അനീഷ് പോകണമെന്നുമാണ്. പക്ഷെ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ഷോ അല്ലേ, അപ്പൊ അതിനകത്ത് അവരുടെ ടാസ്ക്, അവർക്ക് കിട്ടിയ ഗെയിം 100% നന്നായി ചെയ്യണമെന്നുള്ള ഉദ്ദേശത്തോടെയാണ് ഇരുവരും നന്നായി തന്നെ കളിച്ചത്. പക്ഷെ അനീഷ് അതിൽ സാറ്റിസ്ഫൈഡ് അല്ല. കാരണം റിസൾട്ട് അനീഷിന് അനുകൂലമായിട്ടല്ല കിട്ടിയത്. അതുകൊണ്ടാണ് ആദ്യത്തെ ടാസ്കിൽ ഏറ്റവും ലാസ്റ്റ് പോയി, രണ്ടാമത്തെ ടാസ്കിൽ മധ്യഭാഗത്തായിരുന്നു, ഭേദപ്പെട്ട നിലയിൽ മാത്രമാണ്. അതുകൊണ്ടായിരിക്കാം അനീഷ് ഇന്ന് അവരെ ബ്ലെയിം ചെയ്ത് സംസാരിച്ചത്. പക്ഷെ അപ്പോഴും പറയുന്നുണ്ട് ഇന്നത്തെ ടാസ്കിൽ 100% നന്നായി കൊടുത്തു എന്ന്. ശരിയാണ്, ഇന്നലത്തെ ടാസ്കിൽ മാത്രമാണ് ഒരു സംശയമുള്ളത്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്ന് കമന്റ് ചെയ്യൂ.